ഭാരതത്തിൽ വർഷങ്ങളായിട്ട് കുംഭമേളകൾ നടക്കാറുണ്ട്. അത് കേരളത്തിനൊരു വിഷയമാവാറില്ല. പക്ഷേ ഇത്തവണത്തെ മഹാകുംഭമേള അങ്ങനെ ആയിരുന്നില്ല. മുമ്പെങ്ങുമില്ലാത്ത വിധം കേരളത്തിലെ ജനത കുംഭമേളയോട് വളരെ ഭാവാത്മകമായിട്ട് പ്രതികരിച്ചു. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മലയാളികൾ കുംഭമേളയുടെ തിരക്കിനിടയിലേക്ക് ആ സ്നാനമൊന്ന് കിട്ടാനായിട്ട് അവിടെ എത്തി. എന്തോ ഒരു പുതിയ മാറ്റത്തിൻ്റെ നാന്ദി പോലെ ഇത്തവണ ഈ സംഭവത്തിന് സ്വർണത്തിന് സുഗന്ധം പോലെ മലയാളികൾക്ക് കിട്ടിയ സൗഭാഗ്യം. ഇതിനു മുമ്പും മലയാളികൾ മഹാമണ്ഡലേശ്വരായിട്ടുണ്ട്. പക്ഷേ കേരളത്തിനെ കർമ്മഭൂമിയാക്കിക്കൊണ്ട് കേരളത്തിൻ്റെ സവിശേഷമായ സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട് നമുക്ക് വേണ്ടി ഗുരുപരമ്പരയുടെ കാരുണ്യം പോലെ ശ്രീ മഹാമണ്ഡലേശ്വർ ആനന്ദവന ഭാരതി നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തിന് ബ്രേവ് പേരിൽ സ്വാഗതം. കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ മഹാമണ്ഡലേശ്വർ എന്ന് പറയുന്നത് ഒരു പ്രാദേശികവാദം എന്നുള്ളതിനേക്കാളേറെ ഒരു കാരണം, ഒരു നിയോഗം അതിലുണ്ടാവുമല്ലോ. അപ്പം എങ്ങനെയാണ് കേരളത്തിൻ്റെ പരിതസ്ഥിതിയിൽ സന്യാസി പരമ്പര കേരളത്തെ നോക്കിക്കാണുന്നത്? കേരളത്തിന് വേണ്ടി എന്ത് പദ്ധതിയാണ് മനസ്സിലുള്ളത്? കേരളത്തിൽ ജനിച്ച ആദിശങ്കരാചാര്യ ഭഗവത്പാദരാണ് ഒരു കാലഘട്ടത്തിൽ ഈ ധർമ്മത്തെ പുനഃസ്ഥാപനം ചെയ്തതും ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്യാസി പരമ്പരയായിട്ടുള്ള ദശനാമി സന്യാസി പരമ്പരയ്ക്ക് രൂപം കൊടുത്തത്. അതായത് അവസാനത്തെ പേരുകൾ പുരി, ഗിരി, തീർത്ഥ, ഭാരതി അങ്ങനെ 10 പേരുകളിൽ അവസാനിക്കും എന്നുള്ളതാണ് ഈ ദശനാമി പരമ്പര. അത് ബ്രാഹ്മ സമ്പ്രദായം തൊട്ട് ശങ്കരാചാര്യ ഭഗവത്പാദരുണ്ടായിരുന്ന പാദസമ്പ്രദായം വരെയുള്ള 10 ഋഷി പരമ്പരകളെ പ്രതിനിധീകരിച്ചിട്ട് കൂടിയാണ് ഈ ദശനാമി എന്ന് പറയുന്ന ഒരു ഇതിലേക്ക്. കാരണം അതുവരെ നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്ന നിവൃത്തി മാർഗത്തിൽ മാത്രമാണ്, അതായത് അതാത് ആശ്രമങ്ങളിൽ വരുന്ന ശിഷ്യരെ പഠിപ്പിക്കുക എന്നുള്ള രീതിയിൽ മാത്രമാണ് സന്യാസി ഋഷിമാർ ഉണ്ടായിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി സാമൂഹികപരമായിട്ടുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ കൂടി സമൂഹത്തിലേക്ക് കൂടി വ്യാപരിക്കുന്നതിനും കൂടിയാണ് ഈ ദശനാമി സന്യാസ പരമ്പരയ്ക്ക് ശങ്കരാചാര്യ രൂപം കൊടുത്തു. അപ്പോൾ നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ തമാശയ്ക്ക് പറയാറുള്ളൊരു കാര്യം, കുംഭമേളകളിലൊക്കെ ഇരിക്കുമ്പോഴാണ് ശങ്കരാചാര്യർ വന്ന് ഇതെല്ലാം വ്യവസ്ഥ ചെയ്തിട്ട് പോയി, പിന്നൊരു മലയാളിയും കൂടി കടന്നിട്ടില്ല. അങ്ങനെ അതായത് ഇത്രയും കാലവും കുംഭമേളയിൽ കേരളത്തിൽ നിന്നുള്ള ഒരു പങ്കാളിത്തമോ ശിബിരമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു 500 പേരോ 1000 പേരോ ഒക്കെ മുംബൈ മലയാളികൾ, ഡൽഹി മലയാളികൾ എല്ലാവരും ചേർന്ന് വരും. ഇങ്ങനെയൊക്കെയാണ് ഒരു 2001 തൊട്ടുള്ള ഏകദേശം എല്ലാ കുംഭമേളകളിലും ഞാനുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നൊരു കാഴ്ച. എന്നാൽ മലയാളികളായിട്ട് ഇതിന് മുമ്പ് 2 മഹാമണ്ഡലേശ്വർമാർ, ഒരു നിരഞ്ജിനി അഖാഡ എന്നായിരുന്നു ഉണ്ടായിരുന്നു. ഒരു 100 വർഷത്തോളം മുമ്പ് രാമാനന്ദപുരി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഋഷിയേശിലായിരുന്നു. അതുപോലെ വളരെ ചെറുപ്പത്തിൽ ഇവിടെ നിന്ന് പോയതാണ്. അദ്ദേഹം മഹാമണ്ഡലേശ്വരായിരുന്നു നിരഞ്ജിനി അഖാഡയുടെ. അതിനുശേഷം കാശികാനന്ദഗിരി, അദ്ദേഹം ബനാറസിലെ ദക്ഷിണാമൂർത്തി മഠത്തിലെ ആചാര്യൻ എന്നുള്ള നിലയിലാണ് നിരഞ്ജിനി അഖാഡയുടെ മഹാമണ്ഡലേശ്വരായത്. അദ്ദേഹവും ഈ 12-13 വയസ്സിൽ കേരളത്തിൽ നിന്ന് പോയതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ഭാരതത്തിലെ ഏറ്റവും വലിയ വിദ്വാനായി മാനിക്കപ്പെട്ടിരുന്ന ഒരാളായിരുന്നു. ഒരു പൂർവ്വ സുഹൃതം കൊണ്ട് അദ്ദേഹത്തിൽ നിന്നാണ് എനിക്ക് മന്ത്രദീക്ഷ സ്വീകരിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായത്. അദ്ദേഹം ഒരു 50 വർഷത്തോളം മുമ്പാണ് മഹാമണ്ഡലേശ്വരാകുന്നത്. ഇപ്പോൾ ഒരു 10 വർഷത്തോളം മുമ്പ് അദ്ദേഹം ബ്രഹ്മലീനനായി. പക്ഷെ ഇവർ രണ്ടുപേരും മലയാളികളായിരുന്നു, കേരളത്തിൽ നിന്നായിരുന്നു എന്നുള്ളത് വിട്ടാൽ അവർ വളരെ നന്ന ചെറുപ്പത്തിൽ, ഇപ്പോൾ കുട്ടിക്കാലത്ത് തന്നെ ഇവിടെ നിന്ന് പോയതിന് ശേഷം കേരളത്തിലേക്ക് തിരിച്ചു വരികയോ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളിലോ ഒന്നും ബന്ധപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളം പ്രവർത്തന കേന്ദ്രമായിട്ട് ഒരു മഹാമണ്ഡലേശ്വർ, അതും അഖാഡകളിൽ ഏറ്റവും പഴയതും ഏറ്റവും വലുതുമായിട്ടുള്ള ജൂന അഖാഡയിൽ ഇതിനു മുമ്പ് മലയാളികളാരും അങ്ങനെ മഹാമണ്ഡലേശ്വർ പദവിയിൽ വന്നിട്ടില്ല. അഖാഡയുടെ ഭരണസമിതിയിൽ, അത് രമതാ പഞ്ച് എന്നാണ് പറയുക, അതിൽ ധാനാപതി എന്നുള്ളൊരു പൊസിഷനിൽ മലയാളി വന്നിട്ടുണ്ട്, രവീന്ദ്രാനന്ദ സരസ്വതി എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹവും ഈ പറഞ്ഞ പോലെ കേരളത്തിലേക്ക് ഒരു പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടില്ല. പക്ഷേ നമ്മളുടെ കൂടെ ഇത്തവണ തൃശ്ശൂർ വന്നിരുന്നു. വരുന്ന സമയത്ത് നമ്മുടെ കൂടെ തൃശ്ശൂർ വന്നിരുന്നു. അന്നത്തെ പരിപാടികളിലൊക്കെ പങ്കെടുത്തിരുന്നു. അദ്ദേഹം നമ്മുടെ പത്മേട എന്ന് പറഞ്ഞിട്ട് രാജസ്ഥാനിലൊരു ഗോശാലയുണ്ട്, അതിൻ്റെ ചുമതലയിലിരിക്കുന്ന മഹന്താണ്. അപ്പോൾ ജൂന അഖാഡയിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ നിന്നും മലയാളിയായിട്ടൊരു മഹാമണ്ഡലേശ്വർ വരുന്നത്. നിരഞ്ജിനി അഖാഡയിൽ മുമ്പ് 2 മലയാളികൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും അവർ കേരളത്തിലേക്ക് വരികയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഇത്തവണ ഇങ്ങനൊരു കാര്യം അഖാഡയുടെ ഗുരുമൂർത്തിമാരെ ആലോചിക്കുന്നതിനുള്ളൊരു കാരണം ദക്ഷിണ ഭാരതത്തിൽ പൊതുവിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കാലികമായിട്ടുള്ള പ്രശ്നങ്ങളും വ്യത്യാസങ്ങളും ഒക്കെയാണ്.
പണ്ട് അഖാഡകളുടെ ഒരു പാരമ്പര്യം ദക്ഷിണ ഭാരതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ മുഗളന്മാരുടെ ആക്രമണവും ബ്രിട്ടീഷ് ആക്രമണവും ഒക്കെ കൂടുതലും ഉത്തരഭാരതത്തിലായിരുന്നതുകൊണ്ട് ഓരോ കുംഭമേളകൾ കഴിയുമ്പോഴും എല്ലാവരും അതാത് കേന്ദ്രങ്ങളിലേക്ക് പോയി അങ്ങനെ ദക്ഷിണത്തിൽ നിന്ന് തീരെ ഇല്ലാതാവുകയാണ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഈ ധർമ്മത്തിനെതിരായിട്ടുള്ള എല്ലാ ചിന്തകളുടെയും പ്രവർത്തനങ്ങളുടെയും ഒക്കെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റോ അല്ലെങ്കിൽ ഒരു പ്രഭവ കേന്ദ്രം, മൂലസ്ഥാനം എന്നൊക്കെ പറയുന്നത് കേരളവും ഒക്കെ ആയിട്ടുള്ള ഈ ദക്ഷിണ ഭാരതമായതുകൊണ്ട് ഇവിടെ ശക്തമായിട്ടുള്ള ഒരു ധാർമ്മിക വ്യവസ്ഥ, അതിന് വളരെ കൃത്യമായ സന്യാസിമാരുടെ ഒരു നേതൃത്വം ഒക്കെ വേണം എന്നുള്ളൊരു ചിന്ത കൂടി വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു മഹാമണ്ഡലേശ്വരായി കേരളത്തിൽ നിന്ന് ശങ്കരജന്മഭൂമിയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ വേണമെന്ന് ഘടയുടെ ഗുരുമൂർത്തിമാരെ ആലോചിച്ചതും ആ ഒരു നിയോഗത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. ധാരാളം ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവും, ഞങ്ങൾക്ക് എങ്ങനെ ഈ ഒരു കിട്ടിയ ചാൻസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. അതിലെന്താണ് ഒരു സാധാരണ ആൾക്ക് ഈ ഒരു തീരുമാനം സന്യാസി ശ്രേഷ്ഠന്മാരിൽ നിന്ന് ഇങ്ങോട്ടൊരു ഇത് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിലേക്ക് അടുത്ത് വരേണ്ടത്? ഒരു സാധാരണ ആൾക്ക് ഈ ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള ശ്രമത്തിൽ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും? ഏറ്റവും പ്രധാനം, അതായത് ധർമ്മത്തെ കൂടുതൽ ഉറപ്പിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് ഇതിൻ്റെയൊക്കെ ലക്ഷ്യം. അതിന് എനിക്കെന്ത് ചെയ്യാൻ കഴിയും, എൻ്റെ എല്ലാ പരിമിതികളും നിർത്തിക്കൊണ്ട് എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ചോദ്യത്തിന് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഉത്തരം നിങ്ങളുടെ ജീവിതത്തിൽ ധർമ്മത്തെ ആചരിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മളൊരു പുസ്തകം, ആ ഒരു വിദ്യയുള്ളൊരു പുസ്തകം അലമാരിയിൽ വെച്ച് പൂട്ടിയാൽ അതിൻ്റെ വിദ്യ നമുക്ക് കിട്ടില്ല. കുറച്ചുകൂടി നല്ല ഇത് ഞാൻ അങ്ങനെ കുറച്ചൊന്നും കാണുന്നതല്ല. എല്ലാ ദിവസവും പൂജ, ആരതി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും പുസ്തകത്തിന് തകരാറൊന്നും സംഭവിക്കില്ല. പക്ഷേ പുസ്തകത്തിലെ വിദ്യ നമ്മുടെ ഉള്ളിലാവില്ല. പക്ഷെ എല്ലാ ദിവസവും അത് തുറന്ന് അതിനെ പഠിച്ച് സ്വാധ്യായം ചെയ്ത് അതിനധികാരിയായ ഗുരുവിൽ നിന്നുള്ള ഉപദേശം സ്വീകരിച്ച് അത് മുന്നോട്ട് പോകുമ്പോഴാണ് ആ വിദ്യ നമ്മളിലേക്ക് പ്രവേശിക്കുക. അപ്പം അതുപോലെ ധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് ധർമ്മം എന്ന് പറഞ്ഞാൽ ആചരണങ്ങളാണ്. ആ ആചരണം ഏറ്റവും ലളിതമായിട്ട് നമ്മുടെ പൂർവികന്മാർ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. പഴയ കാലത്തെ കേരളത്തിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ചിത്രകാരനോട് പഴയൊരു കേരളീയ വീട് വരയ്ക്കാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ പഴയ ഫോട്ടോകൾ നമ്മൾ എൻ്റെ ഒരു ഇതായിട്ട് മാസികകളിലും ചിത്രങ്ങൾ ഇതിലൊക്കെ വന്നിരിക്കുന്ന ഫോട്ടോകളാണെങ്കിലും കേരളീയമായ വീട് എന്ന് പറഞ്ഞാൽ ഒരമ്മൂമ്മ നിലവിളക്ക് കത്തിച്ച് കുട്ടികളും മറ്റുള്ള എല്ലാവരും ചേർന്നിരുന്ന് നാമം ജപിക്കുന്ന ചിത്രമായിരിക്കും. ഇന്ന് അങ്ങനെ നാമം ജപിക്കുന്ന വീടുകൾ നമുക്ക് കാണൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏറ്റവും ലളിതമായിട്ട് ഈ നാമജപത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അർത്ഥമറിയാതെ ജപിക്കുമ്പോൾ പോലും കാട്ടാളൻ മഹാകവിയായിട്ടുള്ള ശക്തിയുള്ള ഇതാണ് നാമജപം. ഏറ്റവും ലളിതമായ ഉപാധിയാണ്. ഈ സംസാര സാഗരം കടക്കാൻ ആ ഒറ്റ തോണി മതി താനും. യജ്ഞങ്ങളിൽ ഞാൻ ജപയജ്ഞമാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു അത്തരത്തിലുള്ള ആചരണങ്ങൾ ഏതൊക്കെയാണോ നമ്മുടെ പൂർവികന്മാർ നമുക്ക് പകർന്നു തന്നിട്ടുള്ള, നമുക്കൊരു കുലദേവതയുണ്ട്, ദേശദേവതയുണ്ട്, ആ ദേവതയുടെ ആരാധന എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ ഉത്സവം നടത്തണമെന്നോ ഒന്നുമല്ല. ഒരു വിളക്ക് വെച്ച് ആ സങ്കല്പത്തിലൊന്ന് നമസ്കരിച്ചാൽ അത് തന്നെ ധാരാളം. നിങ്ങളുടെ എല്ലാ പരിമിതിയും അനുസരിച്ച് നാമം ജപിക്കുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആചരണങ്ങൾ. ആ ആചരണങ്ങളിൽ നമ്മൾ പങ്കാളികളാവുക. നമ്മൾ പങ്കാളികളായാലേ നമ്മളെ കണ്ട് കുട്ടികൾ പഠിക്കുള്ളൂ. കാരണം കുട്ടികൾ പറഞ്ഞു കേട്ടല്ല, കണ്ടാണ് പഠിക്കുക. അപ്പോൾ നമ്മളതിൽ പൂർണ്ണമായിട്ടും മുഴുകുന്നത് കാണുമ്പോൾ കുട്ടികൾക്കും അതിൽ മുഴുകാൻ താല്പര്യം ഉണ്ടാവും. അങ്ങനെ ധർമ്മത്തെ ആചരണങ്ങളിലൂടെ സ്വന്തം വീട്ടിൽ, ജീവിതത്തിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇതിന് ചെയ്യാനുള്ള ഏറ്റവും പ്രാഥമികമായ കർമ്മം. രണ്ടാമത് അഖാഡകളുടെ അല്ലെങ്കിൽ മറ്റുള്ള ആശ്രമങ്ങളുടെ ഒക്കെ പ്രവർത്തനങ്ങളിൽ അവരവർക്ക് പറ്റാവുന്ന അത്രയും, പഴയ കാലത്തെ നമ്മുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ദശാംശം എന്ന് പറയും. നമ്മുടെ സമയത്തിൻ്റെ, നമ്മുടെ അധ്വാനത്തിൻ്റെ, നമ്മുടെ വരുമാനത്തിൻ്റെ, ഹിന്ദിയിലാണെങ്കിൽ തനു മന ധനസേ എന്ന് പറയും. ആശ്രമ വ്യവസ്ഥയിലും ആചാര്യന്മാരുടെ പ്രവർത്തനങ്ങളിലുമൊക്കെ പങ്കാളികളാവുക. അങ്ങനെ നമ്മുടേതായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ ഈ ധർമ്മത്തിന് വേണ്ടിയിട്ട് നൽകുക. അത് പ്രവൃത്തി കൊണ്ട്, വാക്കുകൊണ്ട് ഇങ്ങനൊരു കാര്യം നടക്കുന്നുണ്ട്, നല്ല കാര്യമാണ് എന്ന് 10 ആളുകളോട് പറഞ്ഞ്. അപ്പോൾ നേരത്തെ ഈ മലയാളികൾ വരുന്നില്ല എന്ന് പറയുന്ന പോലെ തന്നെ മലയാളികളുടെ ഒരു പൊതുവിലുള്ളൊരു മാനസിക അവസ്ഥയെക്കുറിച്ചിട്ട് ഉത്തരഭാരതത്തിൽ പറയാറുള്ളൊരു കാര്യമാണ്. അവിടെ ഒരു ആശ്രമത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സംസ്ഥ, നമ്മളവിടെ ധാർമ്മിക പ്രസ്ഥാനങ്ങളെയൊക്കെ സംസ്ഥ എന്നുള്ള രീതിയിലാണ് പറയുക. സംസ്ഥയെക്കുറിച്ചൊക്കെ അന്വേഷിച്ചാൽ ഉത്തരഭാരതത്തിലെ ഒരാൾ പറയുക, ആ മഹാരാജ് 1000 പേർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്,
ആ സംസ്ഥ 200 കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറയുക. നമ്മുടെ മലയാളികളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ആശ്രമത്തിലെ സന്യാസിമാർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. അവർ ആ സ്കൂള് തുടങ്ങിയതിൻ്റെ സ്ഥലം അവിടുത്തെ ആളുകളുമായിട്ട് എന്തൊക്കെയോ കേസിലാണ്. ഇതാണ് നമ്മൾ പറയുക. ഇപ്പോൾ ഉത്തരഭാരതത്തിൽ ഇത് പറഞ്ഞ ആളുകളോട് ഇങ്ങനെ എന്തെങ്കിലും കാര്യം അവിടെ ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അവർ ചോദിക്കും, നിൻ്റെ വീട്ടിൽ കേസില്ലേ, നിൻ്റെ വീട്ടിലെല്ലാവരും നല്ല കുടുംബക്കാരെല്ലാവരും നല്ല ബന്ധത്തിലാണ്. പക്ഷെ അതിനല്ല നമ്മൾ പ്രാധാന്യം. അപ്പോൾ അതൊക്കെ എല്ലാ സ്ഥലത്തും നടക്കും. ഒരു കർമ്മം നടക്കുകയാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും നടക്കും. നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും സേവ ചെയ്യാൻ താല്പര്യമുണ്ടോ ചെയ്യുക, അല്ലെങ്കിൽ അത് വിട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നോക്കിയേക്കുന്നത്? ഇതാണ് അവിടെ. ഇതിങ്ങനെ എന്തെങ്കിലും സംസാരം വന്നാൽ തന്നെ അവിടുത്തെ ആളുകളുടെ മറുപടി ആയിരിക്കും. നമ്മുടെ ഇവിടെ ആളുകൾ ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങളിലാണ്. അതായത് പല കാരണങ്ങൾ കൊണ്ട് കേരളത്തെ സ്വാധീനിച്ച ഇടക്കാലത്ത് സ്വാധീനിച്ച രാഷ്ട്രീയ ആദർശം നിഷേധാത്മകതയുടേതായിരുന്നു. ആ നിഷേധാത്മകത, ആ നെഗറ്റിവിറ്റി പൊതുസമൂഹത്തിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. അതിനെ മാറ്റി തീർത്ത് സർഗാത്മകതയെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് ധാർമ്മികമായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത്. അതിൽ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ, അത് പ്രവൃത്തി കൊണ്ട്, വാക്കുകൊണ്ട്, ഒന്നും പറ്റില്ല, മുഴുവൻ കിടക്കുന്ന വയ്യാതിരിക്കുന്ന ഒരാളാണെങ്കിൽ അയാളുടെ സങ്കല്പം കൊണ്ട് ഒക്കെ ചെയ്യുക. ആചരണങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. ഇതാണ് ഒരാൾക്ക് ചെയ്യാനുള്ളതെന്ന്. ജാതി ഒരു യാഥാർത്ഥ്യമായിട്ടിരിക്കുകയും ജാതീയത കൂടുതൽ അപകടകരമായ വിധത്തിൽ ഉപയോഗിച്ചിട്ട് രാഷ്ട്രീയ നേട്ടം കൊയ്യാനായിട്ട് രാഷ്ട്രീയ കക്ഷികൾ ശ്രമിക്കുകയും ചെയ്യുന്ന ഈ കാലത്ത് എങ്ങനെയാണ് ഈ സമാജം ഒരുമിച്ച് നിൽക്കാൻ സന്യാസി സമൂഹം നേതൃത്വം നൽകാൻ ഉദ്ദേശിക്കുന്നത്? സന്യാസിക്ക് ജാതിയില്ല. സന്യാസിയെ സംബന്ധിച്ചിടത്തോളം സന്യാസത്തിൽ ഒരു തരത്തിൽ പൂർവ്വത്തിലെല്ലാ ജാതിയിൽപ്പെട്ട ആളുകളും സന്യാസത്തിൽ വരുന്നുണ്ട്. ആ ആചാര്യന്മാർ ധാർമ്മികമായിട്ടുള്ള എല്ലാവരും ഗുരുക്കന്മാരായിട്ട് സ്വീകരിക്കുന്നുമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒന്ന് ചിന്തിച്ചാൽ കേരളത്തിലെ എല്ലാ സമുദായങ്ങളിൽ നിന്നും ഇവിടെ സന്യാസത്തിലുള്ള ആചാര്യന്മാരുണ്ടായിട്ടുണ്ട്. സദാനന്ദ ഗുരുദേവൻ, ശുഭാനന്ദ ഗുരുദേവൻ, അങ്ങനെ ഒരു വലിയ ശ്രീനാരായണ ഗുരുദേവൻ, അങ്ങനെ വലിയൊരു പരമ്പരയുണ്ട്. ഇവരുടെയൊക്കെ ശിഷ്യന്മാരെ നോക്കിയാൽ ഇന്നത്തെ ഒരു രാഷ്ട്രീയ ഭാഷയിൽ പറയുകയാണെങ്കിൽ നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള എല്ലാവരും അവരുടെ ശിഷ്യന്മാരായിട്ടും ദീക്ഷ സ്വീകരിച്ച് സന്യാസിമാരായിട്ടുള്ള ശിഷ്യന്മാരായിട്ട് വരെയുണ്ട്. പലപ്പോഴും അന്യമതസ്ഥർ പോലും ഇവരുടെ ശിഷ്യന്മാരായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ധർമ്മത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ സന്യാസിയുടെ മുമ്പിൽ ജാതിയില്ല. പിന്നെ രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ട് ഇവിടുത്തെ സംസ്കൃതിയെ നശിപ്പിക്കാൻ ആഗ്രഹിച്ച എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും, അത് സെമറ്റിക് മതങ്ങളായിട്ടുള്ള ക്രിസ്ത്യാനിറ്റി ആയിക്കോട്ടെ, ഇസ്ലാം ആയിക്കോട്ടെ, കമ്മ്യൂണിസം ആയിക്കോട്ടെ, ഈ 3 സെമറ്റിക് മതങ്ങളും ജാതിയാണ് ഈ സംസ്കൃതി, ജാതീയമായിട്ടുള്ള ഉച്ചനീചത്വങ്ങളാണ് ഈ സംസ്കൃതി എന്ന് പ്രചരിപ്പിക്കാൻ ബോധപൂർവം ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ വിദ്യ നിഷേധിച്ചു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കഥകൾ. ഇപ്പോൾ ഇവിടെ നങ്ങേലിയുടെ മുല മുറിച്ചു, ഒറ്റപ്പാലത്ത് ഉപ്പ് ചോദിച്ചതിന് തല്ലിക്കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള യാതൊരു തരത്തിലുള്ള ചരിത്ര വസ്തുതകളും ഇല്ലാത്ത കഥകൾ ഇവരുണ്ടാക്കുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ യഥാർത്ഥത്തിലുള്ള ചരിത്രാന്വേഷകന്മാർ അതിനൊക്കെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ മൈക്ക് വെച്ച എല്ലാ കവലയിലും ഇത് തന്നെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഈ വിദ്യ നിഷേധിച്ചു എന്ന് പറയുന്ന ഒറ്റ കാര്യം മാത്രം എടുത്താൽ, കണ്ണൂർ കാസർഗോഡ് ഭാഗത്ത് മറുത്തുകളി എന്ന് പറയുന്ന ഒരു ക്ഷേത്ര അനുഷ്ഠാനമുണ്ട്. സംസ്കൃതത്തിലെ ഗാഠമായിട്ടുള്ള ശാസ്ത്ര തർക്കമാണ്. ഈ തർക്കം നടക്കുന്നത് ഈ ഇന്നത്തെ ഭാഷയിൽ പറയുന്ന സോക്കോൾഡ് ഉയർന്ന ജാതിയിൽപ്പെട്ടവരാരുമല്ല, വളരെ അടിസ്ഥാന ജാതികളിൽപ്പെട്ട ആളുകളാണ്. അവർക്ക് ആ വിദ്യ ഇന്നിപ്പോൾ ഇന്നും ഒരു കോളേജ് പ്രൊഫസർമാരുടെ നിലവാരത്തിലാണ് ആ ഒരു തർക്കം നടക്കുന്നത്. പക്ഷെ ഇന്ന് അത്രത്തോളമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പഴയ കാലത്ത് അത് എത്രത്തോളം ശക്തമായിരിക്കും. പിന്നെ ഇന്ന് ഏറ്റവും കാര്യമായിട്ട് നമ്മളെല്ലാവരും പറയുന്നത് മക്കളെ എൻജിനീയർ ആക്കണം, ഡോക്ടറാക്കണം എന്നുള്ളതാണ്. പുരാതനമായിട്ടുള്ളൊരു കാലത്ത് ഈ 2 മേഖലകളും ഈ പറയുന്ന ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളല്ല കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോൾ മണ്ണാൻ മേലൻ തുടങ്ങിയിട്ടുള്ള സമുദായങ്ങളിലായിരുന്നു വൈദ്യവൃത്തി മുഴുവൻ. ആശാരി മൂശാരി കൊല്ലം തുടങ്ങിയിട്ടുള്ള വിഭാഗങ്ങളിലായിരുന്നു എൻജിനീയറിങ് മുഴുവൻ. ഇന്ന് കടലാസിലുള്ള ഒരു പ്ലാനില്ലാതെ ഒരു സിവിൽ എൻജിനീയർ പ്രൊഫസർക്ക് പോലും വളരെ ലളിതമായിട്ടുള്ള 4 മുറിയുള്ളൊരു വീട് പണിയാൻ പറ്റില്ല. അന്ന് ഈ കടലാസും പേനയും പേപ്പറും ഒന്നും ഇല്ലാതെ കാലത്ത് ഈ ഓലയിൽ നിന്ന്
ചൂണ്ടിയെടുക്കുന്ന പാന്തെന്ന് പറയുന്ന ഇത്രയും നീട്ടത്തിലുള്ള കഷ്ണത്തിൽ 4-5 ഉളിപ്പാടിട്ടിട്ടാണ് ഒരു 16 കെട്ടിൻ്റെ മുഴുവൻ കണക്കും ഒരാശാരി ചെയ്തത്. താഴെ ഇട്ട് ചെയ്തിട്ട് മുകളിലേക്ക് കയറ്റിയത്. അത് ഏത് ശാസ്ത്രം ആർക്ക് നിഷേധിച്ചിട്ടാണ് ഈ കണക്ക് മുഴുവൻ ഉണ്ടായത്? ഇവിടെ ജ്യോത്സ്യം കൈകാര്യം ചെയ്യുന്ന, ജ്യോതിഷം കൈകാര്യം ചെയ്തിരുന്ന ഒരു വലിയ സമൂഹം, ഗണക സമൂഹം, കണിയാൻ സമൂഹം, പണിക്കർ സമൂഹം, കളരിപ്പണിക്കർ സമൂഹം എന്നൊക്കെ പറയുന്ന അവരൊക്കെയും ഈ ജാതി ശ്രേണിയിൽ അതിൻ്റെ ഉന്നതിയിൽ നിൽക്കുന്ന ആളുകൾ, ഏറ്റവും ശക്തമായിട്ടുള്ള ശാസ്ത്രഗ്രന്ഥങ്ങൾ ഉണ്ടായതാണ്. പിന്നെ ഭാരതത്തിലെ എല്ലാ ശാസ്ത്രഗ്രന്ഥങ്ങളും പരിശോധിച്ചാൽ ബഹുഭൂരിപക്ഷം എഴുതിയിരിക്കുന്നത് ഈ പറയുന്ന ഉയർന്ന ജാതി എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളല്ല. ഇടക്കാലത്ത്, അതായത് ബ്രിട്ടീഷ് ആധിപത്യ കാലത്തും മുഗൾ ആധിപത്യ കാലത്തും അധികാരവും സമ്പത്തും ഒക്കെ അവനവൻ്റെ കുടുംബത്തിൽ അവനവൻ്റെ ഇതിൽ തന്നെ നിലനിൽക്കണം എന്നുള്ളത് കൊണ്ട് അന്ന് അധികാരവും സമ്പത്തും ഉണ്ടായിരുന്ന ആളുകളൊക്കെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മാറ്റങ്ങളും ഇന്നത്തെ രാഷ്ട്രീയ നേതൃത്വം അതിൻ്റെ കീഴിലുള്ള ആളുകളെ സ്വാധീനിക്കാനും അവരുടെ സ്വത്ത് പിടിച്ചെടുക്കാനും അവരെ അടിച്ചമർത്താനും ഒക്കെ ശ്രമിക്കുന്നത് പോലെ അന്നത്തെ സ്വാധീനമുള്ള ആളുകളും ഈ വൈദേശികാധിപത്യത്തിൻ്റെ കടന്നുകയറ്റത്തിൽ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് വിട്ടിട്ട് ഇപ്പോൾ പഴയ കാലത്ത് യൂറോപ്പിലും പേർഷ്യയിലും അറേബ്യൻ രാജ്യങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്ന അടിമത്വത്തിൻ്റെ ചിത്രം നമ്മൾ കണ്ടാൽ ഇന്നും അതിഭീകരമായിട്ടുള്ള വംശവെറി പാശ്ചാത്യ രാജ്യങ്ങളിലുണ്ട്. ആഫ്രിക്കനോടും അമേരിക്കയിലെ ഇന്ത്യൻസിനോട്, അതായത് തദ്ദേശീയരായിട്ടുള്ള അങ്ങനെയാണ് ഇന്ന് അവരത് ആ വാക്കിനെ അവർ നിഷേധിക്കുന്നുണ്ട്, ആ വാക്കിനെ തന്നെ. പക്ഷെ അവർ തദ്ദേശീയർ എന്നാണ് അവരെ സ്വയം കഷ്ടപ്പെടുന്നത്. അതാണ് ശരിയും. അപ്പോൾ അവരോട് പെരുമാറുന്നത് ഇതൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ വളരെ ചെറിയൊരംശമാണ് ഈ വൈദേശിക ആധിപത്യത്തിൻ കാലത്ത് ഇവിടെ വന്നു ചേർന്നിരുന്ന ജാതീയമായ ഉച്ചനീചത്വങ്ങളൊക്കെ. അപ്പം അവനവൻ്റെ പുണ്ണ് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് പുറത്ത് കാണുന്ന ചെറിയ പാടുകളെ ചൂണ്ടിക്കാണിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സെമറ്റിക് മതങ്ങളൊക്കെ ചെയ്തു. അത് ഛിദ്രത കൂട്ടാനും അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ്. ആ തന്ത്രത്തിൽ പെട്ടുപോകാതെ യഥാർത്ഥത്തിലുള്ള ധർമ്മം എന്താണ് എന്ന് ഏവരിലേക്കും എത്തിക്കാനുള്ള പരിശ്രമങ്ങളാണ് അതാത് കാലത്ത് സമാജത്തിനും ധർമ്മത്തിനും നേതൃത്വം നൽകുന്ന ആചാര്യന്മാർ ചെയ്യേണ്ടതും. അത് സന്യാസിമാർ കേരളത്തിൽ വളരെ ശക്തമായിട്ട് തന്നെ അത് ചെയ്യുന്നുണ്ട്. സന്യാസാശ്രമങ്ങളൊക്കെ തന്നെ ആ തരത്തിലുള്ള പരിശ്രമങ്ങൾ ചെയ്യുന്നുണ്ട്. രസകരമായി തോന്നിയത് സെമിറ്റിക് മതങ്ങളെന്ന് പറഞ്ഞിട്ട് ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയുടെയും കൂടെ കമ്മ്യൂണിസവും അനായാസേന പറഞ്ഞു പോയി. കമ്മ്യൂണിസം മതമാണ് എന്നുള്ളത് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ അത് കുറച്ചുകൂടെ അതിൻ്റെ എന്തുകൊണ്ടാണ് അതിനെ മതം എന്ന് വിളിച്ചത്? മതനിഷേധികളാണ് കമ്മ്യൂണിസ്റ്റുകാരെന്നാണ് നമ്മൾ ധരിച്ചു വെച്ചേക്കുന്നത്. അതിനെ സെമിറ്റിക് മതം എന്ന് വിളിക്കുമ്പം അതിലൊരു കൗതുകം അത് കേൾക്കാൻ. സെമിറ്റിക് മതത്തിനുള്ളതെല്ലാം അതിനുണ്ട്. അതിനൊരു ചിഹ്നമുണ്ട്, സ്ഥാപകനുണ്ട്, ഗ്രന്ഥമുണ്ട്, അതിൻ്റേതായിട്ടുള്ള നിഷ്ഠയോട് കൂടിയിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പുറത്തു പോയാൽ കൊല്ലും. എല്ലാ സെമിറ്റ് ഇപ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള പ്രാർത്ഥനകളുണ്ട്. അതുപോലെ കമ്മ്യൂണിസത്തിന് അതിൻ്റേതായിട്ടുള്ളതുണ്ട്. അല്ലാതെ ഇപ്പോൾ റോട്ടിക്കോടെ കൊല്ലും തല്ലും കൊല്ലും തല്ലും കൊല്ലും തല്ലും കൊല്ലും എന്ന് ജപിച്ചുകൊണ്ട് കിടക്കുന്ന വേറെ ആരെയും നമ്മൾ കണ്ടിട്ടില്ല. ഈ നറേറ്റീവിൽ ഹിന്ദു സംസ്കാരം ജാതി കൊണ്ടാണ് ഗൈഡഡ് ആയിരിക്കുന്നതും ജാതീയത വളരെ കൂടുതലാണെന്നും വളരെ ക്രൂരമായിട്ടുള്ള ജാതീയ വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ടെന്നും പറഞ്ഞു വയ്ക്കുമ്പം അക്കാഡമിക്കായിട്ടും നറേറ്റീവിൻ്റെ തലത്തിലും ഒരു ഡിഫൻസ് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ പരാജയപ്പെടുന്നുണ്ടോ? അപ്പോൾ അങ്ങ് പറയുന്ന കാര്യത്തിൽ കേൾക്കുമ്പോൾ ക്ലിയർ ആണെങ്കിലും ആവർത്തിച്ച് കേട്ട നുണ കാര്യമായിട്ടുള്ള ജാതീയത കൊണ്ട് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയ്ക്കേറെ പരസ്പരം വൈരമുണ്ടെന്നുള്ള ഫീലാണ് നമ്മൾ കേട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. അനുഭവം അതല്ലെങ്കിൽ പോലും. പക്ഷേ അത്രമേൽ ഉറച്ചുപോയ വിശ്വാസങ്ങളെ മാറ്റാൻ ഒരു ശ്രമം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു കുറവായിട്ട് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറയാൻ പറ്റും. കാരണം ഒന്ന്, നമ്മൾ ഇന്നത്തെ ആധുനിക കാലത്ത് പറഞ്ഞാൽ നല്ലത് ചെയ്യുകയും അതിനെക്കുറിച്ച് നന്നായി പറയുകയും ചെയ്യുക എന്നുള്ളൊരു കാര്യമുണ്ട്. നമ്മുടെ സംസ്കൃതി പൂർവാചാര്യന്മാർ തൊട്ട് ഈ പ്രചരണത്തിൽ വലിയ ഇത് ശ്രദ്ധിച്ചിരുന്നില്ല. ഇപ്പോൾ ശരിയായ കാര്യങ്ങളുടെ പ്രചരണം ഇല്ലാത്തത് കൊണ്ട് തെറ്റായ കാര്യങ്ങളുടെ പ്രൊപ്പഗാൻഡ വളരെ ഒരു മേൽക്കൈ നേടിയിട്ടുണ്ട്. കള്ളം ലോകം ചുറ്റി വന്നു കഴിഞ്ഞു. അതെ,
ഇപ്പോൾ ചെറിയൊരു കാര്യം, ഇപ്പോൾ ഈ പൊതുവിൽ ഇപ്പം ഒന്ന് പറയുന്ന രാജാധികാരത്തിന് എല്ലാവരും വെല്ലുവിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഈ അന്നത്തെ സാമൂഹിക വ്യവസ്ഥ അനുസരിച്ചിട്ടുള്ള നിയമങ്ങളാണ് എല്ലാ രാജാക്കന്മാരും പാലിച്ചിരുന്നത്. പക്ഷേ കേരളത്തിലെ കാര്യങ്ങൾ മാത്രം നോക്കിക്കഴിഞ്ഞാൽ സാമൂഹിക പരിഷ്കരണ ശ്രമങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ ഉച്ചനീചത്വങ്ങളെ ഇല്ലാതാക്കാനും എല്ലാറ്റിനും ഏറ്റവും കൂടുതൽ പരിശ്രമം നടത്തിയിരിക്കുന്നതും കേരളത്തിലെ രാജാക്കന്മാർ. പക്ഷെ അവർക്ക് ആ ഡ്യൂ കൊടുത്തിട്ടില്ല. ഇപ്പോൾ അതിന്റെ ക്ലെയിം എടുക്കുന്നുണ്ട്. തിരുവിതാംകൂർ രാജാവ് ശ്രീനാരായണ ഗുരുദേവന്റെ കാര്യത്തിൽ ഒരു കേസ് വന്ന സമയത്ത് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഗുരു ഉള്ളിടത്താണ് കോടതി എന്നുള്ളതാണ്. ജഡ്ജിയും കോടതിയുടെ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ഗുരുവിൻ്റെ അടുത്തേക്ക് ചെല്ലണം. എല്ലാവരെയും ജാതിഭേദമന്യേ എല്ലാവരെയും വേദം പഠിപ്പിച്ച്, അതായത് അടിയാളരുടെ വേദഗുരു എന്നാണ് അദ്ദേഹത്തിന് വന്നു ചേർന്നൊരു വിശേഷണം. സദാനന്ദ ഗുരുദേവൻ ഞാൻ ആ പരമ്പരയിൽ ഉള്ള ഒരാൾ കൂടിയാണ്. അപ്പോൾ സദാനന്ദ ഗുരുദേവന് ഇത്തരത്തിലുള്ള പരിശ്രമങ്ങൾക്ക് വേണ്ടിയിട്ട് തിരുവിതാംകൂർ രാജാവ് അയ്യങ്കാളിയൊക്കെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് കൊണ്ടുവരുന്നത്, അയ്യങ്കാളി ഈ സദാനന്ദ ഗുരുദേവൻ്റെ ബ്രഹ്മനിഷ്ഠാമഠത്തിലെ ശിഷ്യനായിരുന്നു. സദാനന്ദ ഗുരുദേവൻ്റെ കൂടി ഒരു ഉപദേശപ്രകാരമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൊട്ടാരക്കര നഗരത്തിന് 300 ഏക്കർ സ്ഥലമാണ് തിരുവിതാംകൂർ രാജാവ് കൊടുത്തത്. കൊച്ചി രാജാവാണെങ്കിൽ ഇപ്പം നമ്മൾ കലാമണ്ഡലത്തിൻ്റെ റെയിൽവേ സ്റ്റേഷനാണെന്ന് പറയുന്ന ചെറുതുരുത്തി റെയിൽവേ സ്റ്റേഷൻ മുമ്പ് കുറച്ച് മാറിയായിരുന്നു. അതവിടെ മണ്ണാൻ സമുദായത്തിലോ മറ്റോ ഉള്ള ഒരു ആയുർവേദ വൈദ്യന് വേണ്ടിയിട്ടാണ് കൊച്ചി രാജാവ് ആ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കിയത്. അവിടെ അത്രയും തിരക്കുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ റെയിൽവേ പാളത്തിന് വേണ്ടിയിട്ട് സ്വർണ്ണ നെറ്റിപ്പട്ടങ്ങളെടുത്ത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ച രാജാവായിരുന്നു. അപ്പം അങ്ങനെ ഇപ്പോൾ നേരത്തെ നമ്മൾ മാറു മുറിച്ച കഥ പറഞ്ഞു. ഇപ്പോൾ ഈ മാറു മറയ്ക്കുന്നതിനൊരു സമയത്ത് പൂമുള്ളി മനയിലെ അന്നത്തെ തമ്പുരാൻ മാറു മറയ്ക്കാതെ വരുന്നവരിവിടെ പണിക്ക് വരണ്ട എന്ന് വരെ പറഞ്ഞിട്ടാണ് ആ ഒരു വസ്ത്ര സംസ്കാരത്തിലേക്ക്. അപ്പോഴും പുറത്തെല്ലാവരും ഉത്തരവിനെ മാനിച്ച് ഇത് മറച്ചു. മനയിലെ ആളുകൾ അമ്മമ്മമാരും അമ്മായിമാരും ഒന്നും അവൻ്റെ പരിഷ്കാരം ഒന്നും ഇവിടെ വേണ്ട. അത് ഓരോ കാലത്തും അങ്ങനെയുണ്ട്. ഇപ്പോൾ പഴയ ഒരു രീതിയിൽ തുടർന്ന് പോകുന്ന ആളുകൾ അതിൽ മുറുകെ പിടിക്കും. അതിനെയാണ് ഇന്ന് ഭയങ്കര മഹാപാതകങ്ങളൊക്കെ ആയിട്ട് ചിത്രീകരിച്ചു വരുന്നത്. ഇന്നിപ്പോൾ പല രീതിയിലുള്ള വസ്ത്രത്തിൽ വരുന്ന വേഷവിധാനത്തിൽ വരുന്ന വ്യത്യാസങ്ങളൊക്കെ ഈ ഇന്നത്തെ പഴയ തലമുറ കാണുന്നത് പോലെ തന്നെ അന്നത്തെ പഴയ തലമുറ അതിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ എല്ലാ തരത്തിലും അതാത് കാലത്ത് ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമാജത്തെ നയിച്ചിരുന്നവരൊക്കെ ഒരു ഭേദചിന്തയും കൂടാതെ എല്ലാ ആചാര്യന്മാരെയും മാനിച്ചിട്ടുണ്ട്, ധർമ്മത്തെ മാനിച്ചിട്ടുണ്ട്. ആ സാമൂഹിക വ്യവസ്ഥയെ അവർ ഭദ്രമായിട്ട്, അതെന്നാണോ അത് സ്മൃതി അനുസരിച്ചിട്ട്, ഒരു സ്മൃതിയുടെ കാലത്ത് ആ കാലത്തെ നിയമം തുടരുന്നു എന്ന് പറയുന്നത് പോലെ തുടർന്നിട്ടുണ്ട്. പക്ഷെ അതിലും എല്ലാ തരത്തിലുള്ള ധാർമ്മികതയും ഉറപ്പാക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നല്ലത് ചെയ്താൽ മാത്രം പോരാ, അത് അറിയിക്കുകയും വേണം എന്ന് പറഞ്ഞപ്പോഴാണ് നേരത്തെ പറഞ്ഞതിൽ ഓരോ അഖാഡകളും അല്ലെങ്കിൽ ഓരോ സന്യാസിയും 300 കുട്ടികളെ പഠിപ്പിച്ചു, അല്ലെങ്കിൽ 1000 പേർക്ക് ആഹാരം കൊടുത്തു. ഇങ്ങനെ നടക്കുന്ന സാമൂഹിക സേവാ പ്രവർത്തനങ്ങൾ ഒന്നും ആരും അറിയാത്തത് കൊണ്ട് ഹിന്ദു സമാജം സേവ ചെയ്യുന്നില്ല എന്നുള്ളൊരു ധാരണയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. ചെയ്യുന്നതൊക്കെ മറ്റ് സമുദായക്കാരാണ്. അതുകൊണ്ടാണ് ആളുകൾ മതം മാറിപ്പോകുന്നത്. ഹിന്ദുക്കൾക്ക് ആശ്രമവും അമ്പലവും ഉണ്ടെങ്കിലും സേവ എന്ന് പറയുന്ന സങ്കല്പം ഇല്ല എന്നൊരു ധാരണ ഹിന്ദുക്കൾക്കിടയിൽ പോലും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അതിലേറ്റവും ക്ലാസിക്കൽ എക്സാമ്പിളാണ് കുഷ്ഠരോഗികളുടെ ശുശ്രൂഷ. ലോകത്തെ ഏറ്റവും കൂടുതൽ കുഷ്ഠരോഗികളെ ചികിത്സിച്ചതിനും അവരെ സുഖപ്പെടുത്തിയതിനുമുള്ള വേൾഡ് റെക്കോർഡ് കാശിയിലെ കുഷ്ഠാശ്രമത്തിനാണ്. ഒരു ഹിന്ദു ആശ്രമത്തിനാണ്. മദർ തെരേസയ്ക്കാണ് പക്ഷേ പോയത്. ഈ തെരേസ ഇവിടെ ചെയ്ത കാര്യം, അത് ഒരുപാട് പഠനങ്ങളും അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ വന്നിരിക്കുന്നതാണ്. ഈ അവശതയെ മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ടൂളായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ ദയനീയത കാണിച്ച് ഒരു തത്വദീക്ഷയുമില്ലാതെ ഭീകരമായിട്ടുള്ള ഫണ്ട് വാങ്ങിച്ച് മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന് പറയുന്ന അവരുടെ പ്രസ്ഥാനത്തിന് സ്ഥലവും ഭൂമിയും സ്വത്തുക്കളും ഇതൊക്കെ വാങ്ങിക്കൂട്ടാൻ വേണ്ടി ഉപയോഗിച്ചു. വേണ്ട പെയിൻ കില്ലർ പോലും ഇല്ലാതെയാണ് ഈ കുഷ്ഠരോഗികളെ തെരുവിൽ നിന്ന് കൊണ്ട് ഇവിടെ ഇട്ടിരുന്നത് എന്നാണ് അന്ന് അവിടെ പോയിട്ടുള്ള ആളുകൾ പോലും ഡോക്യുമെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിനെ പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചു. ഒരു യഥാർത്ഥത്തിലുള്ള സേവനം ചെയ്യുകയല്ല, പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചു. അത് മതപരിവർത്തനത്തിന് വേണ്ടി അവസാന നിമിഷം ഇവർ മരിക്കുന്ന സമയത്താണെങ്കിലും ക്രിസ്ത്യാനിയാക്കി മരിക്കുക. യാതൊരു ആശ്വാസവും അല്ല. എന്താ ആശ്വാസം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയായി മരിച്ചു എന്ന് പറയുന്നൊരു സാധനത്തിൽ ലിസ്റ്റിലേക്ക് പേര് കയറ്റി അവർക്ക്
ഈ മിഷണറീസ് ഓഫ് ചാരിറ്റിക്ക് നേട്ടം കൊയ്യാൻ വേണ്ടിയിട്ടുള്ള സംഗതി ഉണ്ടാക്കുകയാണ് ചെയ്തത്. പക്ഷേ ഈ കുഷ്ഠാശ്രമത്തെക്കുറിച്ച് അറിയില്ല, മറ്റാർക്കും അറിയില്ല. കാര്യം വേൾഡ് റെക്കോർഡ്, ഗിന്നസ് റെക്കോർഡ് ഉള്ളത് ഈ കുഷ്ഠാശ്രമത്തിനാണ്. അത് എൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. ഇതുപോലെ തന്നെ നേരത്തെ അങ്ങ് ചോദിച്ചൊരു ചോദ്യമാണ് ഈ അക്കാഡമിക് മേഖലകളിൽ. കാരണം ഈ സ്വാതന്ത്ര്യത്തിന് ശേഷമാണെങ്കിലും യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ ഇവിടുത്തെ അക്കാഡമിക് മേഖല വലിയ രീതിയിൽ വൈദേശിക നിയന്ത്രണത്തിലായിരുന്നു. ഇപ്പോഴാണ് അതൊക്കെ ഒന്ന് മാറി വരുന്നത്. കാരണം വല്ലാതെ ആഴത്തിലേക്ക് വേര് പോയതൊക്കെ പറിച്ചു മാറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം പുതിയ പ്രബന്ധങ്ങൾ വരുന്നത് പഴയ പ്രബന്ധങ്ങളെ പിൻപറ്റിയിട്ടാണ്. അത് തന്നെ അടിസ്ഥാനപരമായി തെറ്റിയിട്ടും പ്ലാൻഡ് ആയിട്ടുള്ള പ്രൊപ്പഗാൻഡ കയറ്റിയിട്ടുമാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇനി അതിൻ്റെ പുറത്തൊരു സത്യസന്ധമായ പഠനം പോലും വഴിതെറ്റാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള ഒരു മേഖലയിൽ ഈ പറഞ്ഞ പോലെ, പക്ഷേ അതായത് സന്യാസിമാരോ ആശ്രമങ്ങളിലോ അവിടെ നമ്മുടെ ഗ്രന്ഥങ്ങളെ ശാസ്ത്ര പദ്ധതിയെ കൃത്യമായിട്ട് പരമ്പരയനുസരിച്ച് പഠിപ്പിച്ചിരുന്നു എങ്കിൽ പോലും ഇപ്പുറത്ത് വരുന്ന കാര്യം അവിടെ അറിഞ്ഞൂല്ല. അതായത് സന്യാസി ആശ്രമങ്ങളിൽ നടന്ന പഠനത്തിനും ഈ അക്കാഡമിക് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയും തമ്മിലുള്ളൊരു ബ്രിഡ്ജിങ് ഉണ്ടായിട്ടില്ല. രണ്ടും പരസ്പര വിരുദ്ധവുമായിരുന്നു. അതായത് ഒന്ന് ധർമ്മത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു ധർമ്മത്തെ തകർക്കാനാണ് ശ്രമിച്ചത്. ധർമ്മത്തെക്കുറിച്ചുള്ള പഠനങ്ങളും ആളുകൾക്കുള്ള റെഫറൻസ് മുഴുവൻ കിട്ടുന്നത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റുകളിലാണ്. അതെ, ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി അധ്യാപകൻ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു അധ്യാപകൻ, അദ്ദേഹം മഹാഭാരതം, അത് ഏറ്റവും തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാഭാരത ഗ്രന്ഥം ഉപദേശക്രമത്തിൽ മാത്രം പഠിക്കണമെന്ന് ഈ സംസ്കൃതി നിർദ്ദേശിച്ച അപൂർവം ഗ്രന്ഥങ്ങളിൽ ഒന്നാണ്. അങ്ങനെയുണ്ട്. അതായത് പണ്ട് ഭട്ടവൃത്തി എന്നാണ് പറയുക. ഭട്ടവൃത്തി അത് മഹാഭാരതം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ശരി. അംഗസമന്വിതമായിട്ടുള്ള വേദവും ശാസ്ത്രങ്ങളും 6 ശാസ്ത്രങ്ങളും പഠിച്ചു കഴിഞ്ഞവർ മാത്രമേ മഹാഭാരതം പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ എന്നാണ്. കാരണം മഹാഭാരതത്തിലെല്ലാം ഉണ്ട്. ധർമ്മമുണ്ട്, അധർമ്മമുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള പഠനത്തിൻ്റെ സംസ്കാരത്തിൻ്റെ അടിത്തറ ഇല്ലെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധാരണകളിലേക്കും ആശയക്കുഴപ്പങ്ങളിലേക്കും ഒക്കെ പോകാം. അപ്പം അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വ്യവസ്ഥ ഉണ്ടായത്. പിൽക്കാലത്ത് ഇതൊക്കെ ജാതിയായിട്ട് മാറുമ്പോൾ ഇത് രസകരമായിട്ട് നിരീക്ഷിച്ചാൽ അറിയാം, ഇന്ത്യയിൽ മുഴുവനുള്ള ഒരു ജാതിയെ കാണുള്ളൂ, അത് ഭട്ടാണ്. ഇവിടെ ഭട്ടതിരിപ്പാട്, ഭട്ടാചാര്യ, ഭട്ട്, അതിതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇപ്പം അപ്പുറത്താണെങ്കിൽ പട്ടന്മാർ എന്ന് പറയുന്ന അതെല്ലാം ഇവിടെ വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ മഹാഭാരത ഭട്ടകൾ എന്ന് പറയും. മഹാഭാരത ഭട്ടകൾ എന്ന് പറയും. ശരി. മഹാഭാരതം പറയുന്ന നാട്ടുഭാഷയിൽ അങ്ങനെ പറയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അത്രയും പ്രാമാണികതയോടെ വേണം ഇത് പരിശോധിക്കാൻ. രണ്ടാമത്തെ കാര്യം, ഏത് ഗ്രന്ഥമായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് ശാസ്ത്രമായിക്കോട്ടെ അതുണ്ടായ ഭാഷയിൽ പഠിക്കാൻ നിങ്ങൾക്ക് പറ്റിയാലേ നിങ്ങൾക്ക് വേറൊരാളോട് അത് പറയാനുള്ള അധികാരമുള്ളൂ. നമ്മുടെ ഇവിടെ ഏത് ഗ്രന്ഥം പഠിക്കാനാണെങ്കിലും അധികാരി, വിഷയം, സംബന്ധം, പ്രയോജനം, ഈ 4 കാര്യത്തിനെ ആധാരമാക്കി മാത്രമേ നോക്കാവൂ. അതായത് വൈദ്യം പറയേണ്ടത്, ആയുർവേദം പറയേണ്ടത് വൈദ്യനായിരിക്കണം. വഴിക്കൂടെ പോകുന്നവന് വൈദ്യം പറയാനുള്ള അധികാരമില്ല. അപ്പം വൈദ്യം പഠിച്ച് അതിനൊരു ഗുരുവിൻ്റെ അടുത്തുനിന്ന് വൈദ്യം പഠിച്ച് വൈദ്യനായി മാറിയതിന് ശേഷം വേണം അദ്ദേഹം അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. ഇത് സംസ്കൃതം പോലും അറിയാത്ത ഒരു സെലിബ്രിറ്റി പ്രൊഫസർ ആളുടെ വായനയിൽ നിന്ന് പറയുകയാണ്, സംസ്കാരം എന്നുള്ള വാക്കിന് ശബ്ദധാരാവിൽ 2ാമതോ 3ാമതോ പ്രിൻ്റ് ചെയ്ത സമയത്താണ് ഇന്ന് കാണുന്ന കൾച്ചർ എന്ന് പറയുന്ന മീനിങ് വന്നിട്ടുള്ളൂ. ശബ്ദധാരാവിലയുടെ ആദ്യത്തെ എഡിഷനിൽ ശവസംസ്കാരം എന്ന് മാത്രമേ അർത്ഥം കൊടുത്തിട്ടുള്ളൂ എന്ന്. അപ്പോൾ ഈ മഹാഭാരതത്തിൽ തന്നെ ഏറ്റവും ചുരുങ്ങിയത് 100ഓളം ഇടങ്ങളിൽ കൾച്ചർ എന്നുള്ള അർത്ഥത്തിൽ സംസ്കൃതിയുടെ വാക്ക്, സംസ്കാരം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ പുസ്തകം പോലും വായിച്ചു നോക്കാതെയാണ് ഈ ഗിരിപ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രഭാഷണം നടത്തുന്നത് മുഴുവൻ എന്താണോ ഇത് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു അധ്യാപകനായിട്ടുണ്ടായിരുന്ന മാതൃഭൂമിയിൽ ന്യൂസ് എഡിറ്ററുമായിരുന്ന ജ്യോതിർഘോഷ്, അദ്ദേഹം 2ാം ഊഴവും മഹാഭാരതവും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടൊരു കാര്യം പറയുണ്ടായി. അതായത് മഹാഭാരതം ഡിറ്റാച്ച്മെൻ്റ് ആണെങ്കിൽ 2ാം ഊഴം അറ്റാച്ച്മെൻ്റാണ്. ധർമ്മം തന്നെയാണ് വിതുരൻ, വിതുരൻ തന്നെയാണ് യുധിഷ്ഠിരൻ എന്ന് പറയുമ്പോൾ പരമ്പരയിൽ പഠിക്കുന്ന ഒരു വലിയ ഗുരുശിഷ്യ പരമ്പര, ഒരു ധർമ്മത്തിൻ്റെ തുടർച്ച കാണുമ്പോൾ MT വാസുദേവന്മാർക്ക് കാണാൻ കഴിയുന്നത് അവിഹിത ബന്ധത്തിൻ്റെ തുടർച്ചയാണ്. കാരണം അവനവൻ ഏത് സംസ്കാരത്തിൽ നിൽക്കുന്നോ അതാണ് കാണുക. അപ്പോൾ ഈ ഒരു വ്യത്യാസം ഈ യൂണിവേഴ്സിറ്റി പഠനങ്ങൾക്ക്, ആ പഠനങ്ങളിൽ കൂടെ വരുന്ന ആളുകൾക്കുണ്ട്. ആ ഒരു ബ്രിഡ്ജ് ഇന്നത്തെ കാലത്ത് വളരെ അത്യാവശ്യമാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഒരു ഗ്രന്ഥം പറയുന്നത് എന്നുള്ളത് ഈ സാമ്പ്രദായികമായിട്ടുള്ള പഠനത്തിനോടൊപ്പം തന്നെ ആധുനിക അക്കാഡമിക് പഠനങ്ങളിലും
ഒരു വിഷയമാകുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഇന്ന് ഇപ്പോൾ അതിനുള്ള പരിശ്രമങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ വളരെ നാമമാത്രമാണ്, അതിനെ വ്യാപിപ്പിക്കേണ്ടതുണ്ട്.